ചില കുഞ്ഞുങ്ങൾ മുടി വെട്ടുന്ന സമയത്ത് വളരെ അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ട്. ഒട്ടും കോപ്പറേറ്റ് ചെയ്യാറില്ല. തല തോർത്തുന്ന സമയത്ത്, നഖം വെട്ടുന്ന സമയത്ത്, ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഒട്ടും കോപ്പറേറ്റ് ചെയ്യാറില്ല. അവരെ അമർത്തി ഒന്ന് കെട്ടിപ്പിടിക്കുന്നു, ചില തുണിത്തരങ്ങൾ ധരിക്കുന്നു, ഒക്കെ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? ഇത് സെൻസറി ഓവർ റെസ്പോൺസീവ് ബിഹേവിയർ അല്ലെന്നുണ്ടെങ്കിൽ ടാക്ടൈൽ ഡിഫെൻസീവ് ബിഹേവിയർ നമ്മൾ ഇതിന് പറയാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്പർശനത്തിലൂടെ കിട്ടുന്ന സ്റ്റിമുലേഷൻസ് ശരിയായിട്ട് അവരുടെ ബ്രെയിനിന് മോഡുലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പോലെ സ്വീകരിക്കുന്ന സ്പർശനങ്ങൾ അവർക്ക് പലപ്പോഴും ഒരു അരോചകമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്യാനോ, ചില ഭക്ഷണങ്ങൾ അവർക്ക് കൈകൊണ്ട് സ്പർശിക്കാനോ, ഉദാഹരണത്തിന് സ്റ്റിക്കി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ സെമി സോളിഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ചോറൊക്കെ കൈകൊണ്ട് മിക്സ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല, കൈ വലിക്കുന്നതായിട്ട് കാണും. ഇങ്ങനെയുള്ള ടാക്ടൈൽ ഡിഫെൻസീവ്നെസ് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? ശാസ്ത്രീയമായിട്ടുള്ള കുഞ്ഞിൻ്റെ സെൻസറി അസസ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ സെൻസറി പ്രോസസ്സിംഗ് അസസ്മെൻറ്റിലൂടെ കുഞ്ഞിൻ്റെ ഈ സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പിയിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ സപ്പോർട്ടോടുകൂടി കൃത്യമായി നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റും. വ്യത്യസ്തമായിട്ടുള്ള സെൻസറി ഇൻപുട്ട് ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കുഞ്ഞിന് കൊടുക്കുകയും അത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഗ്രേഡ് ചെയ്ത് കുഞ്ഞിൻ്റെ ഈ സെൻസറി സെൻസിറ്റിവിറ്റി കുറച്ചുകൊണ്ട് വരാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനങ്ങളും ആക്ടിവിറ്റീസും ഈ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് കുഞ്ഞിന് കൊടുക്കുന്നതാണ്. കാലിൽ ഒരുപാട് സെൻസിറ്റിവിറ്റി ഉള്ളത് കാരണം കുഞ്ഞ് ടിപ്റ്റോ വാക്കിംഗ് ആണ്, അത് കാലിൽ ഒത്തിരി ശരിയായിട്ട് ഉറപ്പിക്കുന്നില്ല. അപ്പം നമ്മളൊരു ക്ലിനിക്കൽ തെറാപ്പിസ്റ്റ് ഇത് പരിശോധിക്കും, കാലിൽ ടാക്ടൈൽ സെൻസിറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ് കുഞ്ഞത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഉദാഹരണമായ ഒരു ആക്ടിവിറ്റി പറയുകയാണെങ്കിൽ 1, 2, 3 നമ്മൾ ഷേവിംഗ് ഫോമിലൂടെ നമ്മൾ എഴുതിയിടുകയാണെങ്കിൽ കുഞ്ഞ് ആദ്യം 1 എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ആ 1 എന്ന് പറയുന്നത് അവൻ്റെ കാലുകൊണ്ട് തുടച്ച് കളയുന്നു. ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ കുഞ്ഞ് ഈ സെൻസറി സ്റ്റിമുലേഷൻസ് ആക്റ്റീവായിട്ട് രജിസ്റ്റർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റി കുഞ്ഞിന് കിട്ടുന്നതിലൂടെ കുഞ്ഞിൻ്റെ ഈ സെൻസറി പ്രോസസ്സിങ് അല്ലെങ്കിൽ സെൻസറി മോഡുലേഷൻ ഇംപ്രൂവ് ആവുകയും ഈ സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ ടിപ്റ്റോ വാക്കിംഗ് പോലുള്ള ബുദ്ധിമുട്ടുകൾ മറികടക്കുകയും ചെയ്യുന്നതാണ്.